ആദ്യമായി ഇന്ന് 26/11 17 കൊല്ലം മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം മുംബൈ ടെറർ അറ്റാക്സ് നടന്ന ഒരു ദിവസമാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു മകൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ ഓർക്കുന്നു. അതുപോലെ തന്നെ അജ്മൽ കസാബ്, പാകിസ്ഥാനി ടെററിസ്റ്റ് അജ്മൽ കസാബിനെ ജീവൻ ത്യാഗം ചെയ്ത് പിടിച്ച തുക്കാറാം മോംബലെ, ASI തുക്കാറാം മോംബലെ ഓർക്കുന്നു. 166 ടെററിസ്റ്റ് വിക്ടിംസിനെ ഓർക്കുന്നു. ഞാനിപ്പോൾ താജിൽ പോയപ്പോൾ അവിടെ ഒരു മൾട്ടി ഫെയ്ത്ത് അവരുടെ ഒരു പ്രെയർ സെറിമണി കഴിഞ്ഞിട്ട് അവരെയും കണ്ടു. ഇതെല്ലാം ഓർക്കുമ്പോൾ അന്ന് കോൺഗ്രസ് പാർട്ടീൻ്റെ രാഹുൽ ഗാന്ധിൻ്റെ ഒരു ഗുരുനാഥനായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞ കാര്യങ്ങളും ഓർക്കുന്നു. അത് മറക്കില്ല, ജനങ്ങൾ മറക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് പാകിസ്ഥാനി ടെറർ ആയിരുന്നില്ല, ഇത് ഹിന്ദു ടെറർ ആണെന്ന് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ, ശ്രദ്ധ തിരിക്കാൻ അന്ന് 17 കൊല്ലം മുമ്പേ ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഞാൻ ഓർക്കുന്നു. ജനങ്ങളത് മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരാൻ പോകുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. പാർട്ടിയും NDA എന്ന മുന്നണി വളരെ അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ കാണാത്ത ഒരു പാർട്ടിസിപ്പേഷൻ, ഈ ഒരു നിർണായകമായ ഇലക്ഷനും ഒരു തേർഡ് ടിയർ ഗവർണൻസിൻ്റെ തേർഡ് ടിയർ ആയ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഞങ്ങളുടെ പാർട്ടിസിപ്പേഷൻ 21,065 വാർഡിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. BJP, NDA സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി 21,065 23,000 വാർഡിൽ ഞങ്ങൾ 21,065 വാർഡിൽ മത്സരിക്കുന്നു. ചില ജില്ലയിൽ കുറച്ച് ഞങ്ങൾക്ക് ഗ്യാപ്പുണ്ട്. ഇനി വരാൻ പോകുന്ന കാലത്ത് അത് ഞങ്ങൾ ഫില്ല് ചെയ്യുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഒന്ന്, ഈ പാർട്ടിസിപ്പേഷൻ, അതിൻ്റെ ഒപ്പം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഇലക്ഷനെ ഒരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലായിട്ട് കാണുന്നില്ല. ഇതൊരു സാധാരണ ഒരു പൊതുസമൂഹത്തിനെ വളരെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ പോലെ തേർഡ് ടിയർ ഓഫ് ഗവർണൻസ് ആണ്. ഇതൊരു ഫൈനലായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ മുമ്പോട്ട് വെച്ചൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വികസിത കേരളം എന്ന് പറഞ്ഞാൽ വികസനം എന്ന് പറഞ്ഞാൽ നല്ല ഭരണം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിഷൻ, കാഴ്ചപ്പാട്. എന്താണ് വികസനം? ഒരു പ്ലാൻ. ആ പ്ലാനിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ. അപ്പോൾ വികസനം ഇല്ലായ്മ, നമ്മളിപ്പോൾ കോഴിക്കോടിൽ എത്ര കൊല്ലമായിട്ട് ഒരു മുന്നണി ഭരിക്കുന്നു, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത ആ മുന്നണി ഒന്നും ശരിയാക്കിയിട്ടില്ല. അവർക്ക് ഒരു തവണയല്ല, 2 തവണയല്ല, എത്രയോ തവണ അവസരങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചു. ഇന്ന് സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കൊരു അവസരം ജനങ്ങൾ തന്നാൽ അതിലൊരു മാറ്റം കൊണ്ടുവരും. എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ, കാഴ്ചപ്പാടിലൊരു മാറ്റം, കഴിവില്ലായ്മയിലൊരു മാറ്റം, അഴിമതിയിലൊരു മാറ്റം, അഴിമതി ഉള്ളൊരു ഭരണത്തിലൊരു മാറ്റം, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് എത്ര കൊല്ലമായിട്ട് ഇരിക്കുന്ന ഒരു ഭരണത്തിലൊരു മാറ്റം, പിന്നെ പ്രവർത്തിക്കുന്ന ഒരു ശൈലി, ഭരണത്തിൻ്റെ ശൈലിയിലൊരു മാറ്റം. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ചേഞ്ച് അല്ല, ഭരണമാറ്റം മാത്രമല്ല, ഭരണശൈലീൻ്റെ മാറ്റമാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഞങ്ങളുടെ ഒരു വാഗ്ദാനം. ഭരണശൈലിയിൽ എന്ത് മാറ്റമെന്ന് ചോദിച്ചാൽ അത് കുറേ കാര്യങ്ങൾ പറയാണ്ട് ഇന്ന് അത് മുഴുവൻ പറയാൻ കഴിയില്ല. എന്നാൽ അതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് ജനങ്ങൾ ഇത് കേൾക്കണം. ഞങ്ങൾക്കൊരു അവസരം തരണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.
എല്ലാ ലോക്കൽ ബോഡിയും കോഴിക്കോട് കോർപ്പറേഷൻ ഒരു എക്സാം ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ എടുക്കുകയാണ്. കോർപ്പറേഷൻ്റെ 5 കൊല്ലത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഞങ്ങൾ തയ്യാറാക്കും. ലോക്കൽ ബോഡി LDF ഭരിക്കുന്ന ഏത് ലോക്കൽ ബോഡി ഇന്ന് നോക്കിയാലോ, UDF ഭരിക്കുന്ന ലോക്കൽ ബോഡി തിരുവനന്തപുരം കോർപ്പറേഷനാണോ, കൊല്ലം കോർപ്പറേഷനാണോ, ഏത് കോർപ്പറേഷൻ നോക്കിയാൽ ഒരു 5 കൊല്ലത്തിൻ്റെ ബ്ലൂ പ്രിൻ്റോ പ്ലാൻ ഇല്ല. എവിടെ നോക്കിയാലും എനിക്ക് തന്നെ ഞാൻ ആദ്യം ഇത് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം, ഇത് എവിടെയും കാണാത്തൊരു രീതിയാണ്. ഇന്ന് രാജ്യത്തിൽ ഏറ്റവും നല്ല ഭരണം ഏത് സിറ്റി ഏത് നഗരത്തിലാണ് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പറയും ഇൻഡോറാണ്, സൂറത്താണ്, അങ്ങനെ ഓരോരോ സിറ്റീസ്. ഇതെല്ലാം BJP ഭരിക്കുന്ന നഗരങ്ങളാണ്. അപ്പം ഇവിടെ എല്ലാം ഒരു ഫണ്ടമെന്റ്, ആദ്യ തുടക്കം ഒരു ആവശ്യം, നല്ല ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് 5 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഏത് പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ പോകുന്നത്, അത് എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂ പ്രിന്റ്, 5 കൊല്ലത്തിൻ്റെ ഒരു ഡെവലപ്മെന്റ് ബ്ലൂ പ്രിന്റ്, അത് ഞങ്ങളുടെ വാഗ്ദാനമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. രണ്ടാമത്തത്, എല്ലാ കൊല്ലം ഭരണശൈലിയിൽ മാറ്റത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ കൊല്ലം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു റിപ്പോർട്ട് കാർഡ് വയ്ക്കും. ഞങ്ങൾ 12 മാസം എന്ത് ചെയ്തു, ഇനി അടുത്ത 12 മാസം എന്ത് ചെയ്യാൻ പോകുന്നു. എല്ലാ ബഡ്ജറ്റിൻ്റെ സമയത്തിൽ ഞങ്ങൾ ഓരോരോ രൂപേൻ്റെയും കണക്കിൻ്റെയും രൂപേൻ്റെയും പൈസേൻ്റെയും കണക്ക് ഞങ്ങൾ മുമ്പോട്ട് നന്നായി സിംപ്ലിഫൈ ചെയ്തിട്ട് മുമ്പിൽ വയ്ക്കും. ജനങ്ങളുടെ കാശ് കോർപ്പറേഷൻ എങ്ങനെ ഉപയോഗിച്ചു, ഏത് പ്രോജക്റ്റ് ചെയ്തു, അവർക്ക് ഗുണം ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടിയോ കിട്ടിയില്ലയോ, എന്ത് വിലയിൽ ആണ് ഈ കോൺട്രാക്റ്റ് കൊടുത്തത്. അപ്പോൾ ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ബഡ്ജറ്റിംഗ് പ്രോസസ്സ് ഞങ്ങൾ കൊണ്ടുവരും. നാലാമത്തെ കാര്യം, അഴിമതി രഹിത ഭരണം. ഇത് പറയുമ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്ത് തന്നെ എന്നോട് ചോദിക്കുന്നു, ഇത് നടക്കില്ല, നമ്മുടെ നാട്ടിൽ അഴിമതി രഹിത ഭരണമോ, അതോ അങ്ങനെയൊന്നും നടക്കാൻ ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞു, ഉറപ്പ് തരുന്നു, അത് സാധിക്കും. എൻ്റെ മനസ്സിലൊരു AI ടെക്നോളജി വഴിയും ഡിജിറ്റൽ ടെക്നോളജി വഴി അഴിമതി രഹിത ഭരണം കൊണ്ടുവരാൻ ഞങ്ങളൊരു ഉറപ്പ് തരുന്നു, ചെയ്യുമെന്ന്. പിന്നെ ഗവർണൻസ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ്. എന്താ അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ പറഞ്ഞേ? വീടുപടിയിൽ ഭരണം, വീട്ടുപടിക്കൽ ഭരണം, ഇന്നലെ പഠിച്ചതാണ് ഞാൻ. ഗവർണൻസ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ്, ഡിജിറ്റൽ ടെക്നോളജി വഴിയും എല്ലാ വാർഡിലും ഒരു CSC വഴി കോർപ്പറേഷൻ ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. സാധാരണ പൊതുസമൂഹത്തിൽ ഒരു കുടുംബം ആർക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോർപ്പറേഷൻ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇത് ഡിജിറ്റൽ വഴി അല്ലെങ്കിൽ CSC വഴി അത് അപ്ലോഡ് ചെയ്യുക, വീട്ടിൽ വന്ന് കോർപ്പറേഷൻ നിങ്ങൾ ചോദിച്ച സർവീസ്, ചോദിച്ച കാര്യങ്ങൾ ചെയ്തു തരും. ആ ഗവർണൻസ് ദ ഡോർ സ്റ്റെപ്പ് ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിന് താല്പര്യമുണ്ട്, കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭരണശൈലിയിലൊരു മാറ്റം, ഒരു വികസന കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വെച്ച്, ഇതുവരെ 45 കൊല്ലം നടക്കാത്ത വികസനം, ഇവിടെ നടക്കുന്ന വികസനം ഇപ്പോൾ ഞാൻ അഹങ്കാരത്തോടല്ല പറഞ്ഞത്, 95% വികസനം നടക്കുന്നത് നരേന്ദ്രമോദിജീൻ്റെ പദ്ധതി വഴിയാണ്. അത് ആശുപത്രി നോക്കിക്കോളൂ, റെയിൽവേ സ്റ്റേഷൻ നോക്കിക്കോളൂ, റോഡ് നോക്കിക്കോളൂ. അപ്പോൾ അതിന് 100% ഒരു ഡബിൾ എൻജിൻ സർക്കാർ, നരേന്ദ്രമോദിജീൻ്റെ സർക്കാരും പിന്തുണയും എടുത്ത് ഇവിടുത്തെ ഒരു ഒറിജിനൽ കാഴ്ചപ്പാട്, ഇവിടുത്തെ ഒരു ബ്ലൂ പ്രിന്റും, ഇവിടുത്തെ ഒരു പുതിയ ഭരണശൈലി നമ്മളെ നഗരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകും. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ശരിക്കും ഞങ്ങളുടെ കാഴ്ചപ്പാട്. മാറാത്തത് ഇനി മാറുമെന്ന് പറയുമ്പോൾ ഒരു മുദ്രാവാക്യമല്ല, ഇത് ഭരണശൈലിയിലൊരു മാറ്റം വരും, വികസനത്തിനൊരു മാറ്റം കൊണ്ടുവരും. പിന്നെ അവസാനം ഇനി പറയാനുള്ളത്, ഇന്ന് ദേശീയ ഭരണഘടനാ ദിവസമാണ്. ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ട് നമ്മുടെ ചില പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികൾ വീശി നടക്കുന്ന സൈറ്റെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഭരണഘടന ഞങ്ങളുടെ ഒരു ഗൈഡിങ് പുസ്തകമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഭരണഘടനയുടെ അനുസാരം അതിൻ്റെ ഒരു ബേസിസിലാണ്.
ഞങ്ങൾ എല്ലാ മതവും എല്ലാ സമുദായവും എല്ലാ വിശ്വാസികളെയും ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഇവിടെ ഭരണഘടന കൈ വെച്ച് നടക്കുന്ന ചില പാർട്ടികൾ വെൽഫെയർ പാർട്ടിക്ക് ടിക്കറ്റ് കൊടുക്കുമ്പോൾ നിലമ്പൂരിൽ ഓപ്പണായിട്ട് ഭരണഘടനേൻ്റെ എതിരെ നിൽക്കുന്ന ചില ഓർഗനൈസേഷനും സ്ഥാപനങ്ങളുടെ ഒപ്പം രാഷ്ട്രീയം കളിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിന് ഞങ്ങൾ 100% എതിർക്കും. അപ്പോൾ ഇത് ഒരു ഇരട്ടത്താപ്പുമാണ്. അത് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അവരെ എതിർക്കുമ്പോൾ ഞങ്ങളൊരു സമുദായത്തിനല്ല എതിർക്കുന്നത്. ഭരണഘടനയുടെ എതിരെ നിൽക്കുന്ന ആരാണെങ്കിലും, അത് പാകിസ്ഥാനി ടെററിസ്റ്റ് ആണോ, ജമാഅത്തെ ഇസ്ലാമിയാണോ, SDP ആണോ, അവരെതിരെ ഞങ്ങൾ കൃത്യമായി നിൽക്കും, അവരെ ഒപ്പോസ് ചെയ്യും. അതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഒപ്പം ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നടക്കുന്ന പാർട്ടികൾ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യങ്ങളാവാം. ഇല്ല, നോക്കൂ, ഞാൻ വികസനം ഞാൻ ഒരു വലിയൊരു രാഷ്ട്രീയ വിദ്വാനൊന്നുമല്ല കേട്ടോ. അത് ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ തരുന്നത് ഞാൻ. പക്ഷേ സാമാന്യ ബുദ്ധി കുറച്ച് ഹൈലി ഡെവലപ്ഡ് ആണ് എൻ്റെ. ഇതുവരെ ഞാൻ എത്രയോ ലോക്കൽ ബോഡിയിൽ പോയിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഞാൻ ട്രാവൽ ചെയ്ത ആളാണ്. വികസന ഇല്ലായ്മയാണ് ഇപ്പോൾ കാണാൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നോട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു 100% ജില്ലയിലും 100% ലോക്കൽ ബോഡിയിലും എല്ലാവരും സാധാരണ മലയാളിക്ക് എന്താണ് ആവശ്യം? വികസനം, അവസരങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയം, അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണം. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ 100% ജില്ല 100% ലോക്കൽ ബോഡിയിൽ BJP NDA വന്ന ജനങ്ങൾക്ക് ഗുണം കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ടാർഗറ്റ് ഇട്ടിട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ടാർഗറ്റ് അങ്ങനെ സെറ്റ് ചെയ്യുന്ന ആളല്ല. ഞങ്ങൾ പാർട്ടീൻ്റെ രീതിയുമല്ല അത്. ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ആത്മാർത്ഥമായി ചെയ്യാനും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ജനങ്ങളുടെ സപ്പോർട്ട് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. അത് ജനങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ എത്ര സീറ്റ് കിട്ടും, എത്ര വാർഡ് കിട്ടും, എത്ര ഭരണത്തിൻ്റെ അവസരം കിട്ടും, അത് അവർ തീരുമാനിക്കട്ടെ. അതെ അതെ, ഇല്ല അതല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്പർ 1 ആണ് എത്രയോ കാറ്റഗറീസിൽ. എൻ്റെ അടുത്ത് ആ ഡീറ്റെയിൽ ഇല്ല. അങ്ങനെ പാലക്കാട് നഗരം വേസ്റ്റ് മാനേജ്മെൻറ്റിലും ഫീക്കൽ മാനേജ്മെൻറ്റിലും സാനിറ്ററി പാഡ് ഡിസ്പോസലിലും എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു മോഡൽ മുനിസിപ്പാലിറ്റി ഇന്നിപ്പോൾ കേരള സംസ്ഥാനത്തിൽ ടോപ്പ് 5 മുനിസിപ്പാലിറ്റി നിങ്ങൾ എടുത്താൽ അതിൽ ഞാൻ കുറച്ച് ബയസ്ഡ് ആയിരിക്കും, അങ്ങനെ റാങ്കിങ് ആരും ചെയ്തിട്ടില്ല. പക്ഷെ നമ്പർ 1 മുനിസിപ്പാലിറ്റി പാലക്കാടാണ്. അല്ല, നോക്കൂ, അത് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി അല്ലല്ല, അത് കറക്റ്റാണ്. അതിൽ ഞാൻ സ്റ്റേറ്റിൻ്റെ ഫൈനാൻസ് നോക്കൂ. ഇന്നിപ്പോൾ ഞാൻ ഭരണശൈലി എന്ന് പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ നടക്കുന്നത് എല്ലാ മുനിസിപ്പൽ ബോഡി, ലോക്കൽ ബോഡി, പഞ്ചായത്താണോ ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ, അവരുടെ ഫണ്ടിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ശരിക്ക് അവർക്ക് ഡിവോൾവ് ചെയ്യുന്ന ഫൈനാൻസസ് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം അവർക്ക് കിട്ടുന്നത്, അതുകൊണ്ടാണ് വികസനം നടക്കുന്നത്. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, സ്മാർട്ട് സിറ്റീസ്, പിന്നെ PM ആവാസ് യോജനേൻ്റെ വീട്, പാവങ്ങൾക്ക് വീട്, കുടിവെള്ളം, ജൽജീവൻ മിഷൻ, ഇതെല്ലാം വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് വഴിയാണ്. അപ്പോൾ അത് നോക്കൂ, എനിക്കിപ്പോൾ അങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. താങ്കളുടെ ഒരു പെർസെപ്ഷൻ ഉണ്ടാവും. എൻ്റെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പാലക്കാട് മുനിസിപ്പാലിറ്റീൻ്റെ ലിസ്റ്റിൽ ഒരു ടോപ്പ് 3 മുനിസിപ്പാലിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. എന്നോട് കുറച്ച് പുഷ് ചെയ്താൽ അത് ടോപ്പ് മുനിസിപ്പാലിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. അവിടെ വീഴ്ചയായിട്ടുണ്ടായിട്ടുണ്ടോ, ഫൈനാൻഷ്യൽ റിസോഴ്സിൻ്റെ കുറവുണ്ടോ? 100% ഉണ്ട്. അവിടുത്തെ പ്രവർത്തകരും അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലേഴ്സിന് കുറച്ച് കൂടുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കാശ് കൊടുത്താൽ അവർക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണല്ലോ റിസോഴ്സസ് കൺട്രോൾ ചെയ്യുന്നത്.
എല്ലാ മുനിസിപ്പാലിറ്റിയിലും ലോക്കൽ ബോഡിയിലും. നോക്കൂ, ഈ SIR എന്ന് പറഞ്ഞാൽ അല്ല നോക്കൂ അല്ല, SIRന്റെ എതിരെ പറയുന്നവര് ആദ്യം എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് എന്ത് പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ഗാന്ധി ഒരു വശത്ത് പറയുന്നു വോട്ടർ ലിസ്റ്റിൽ തകരാറുണ്ട്, വോട്ടർ ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഉണ്ടെന്ന്, വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു പ്രൊപ്പഗാൻഡ നടത്തുന്നു. പിന്നെ അതിൻ്റെ പരിഹാരമല്ലേ SIR? ഇത് ആദ്യം നടന്നിട്ടില്ല SIR? ഇത് ആദ്യത്തെ തവണയാണോ SIR നടക്കുന്നത്? അതൊന്ന്. രണ്ടാമത്തത്, ഈ SIR വഴി വെസ്റ്റ് ബംഗാളിൽ നടന്ന SIR-ൽ അല്ല സോറി ഇവിടെ പിന്നെ ബീഹാറിൽ നടന്ന SIR-ൽ കോൺഗ്രസിൻ്റെ ഷക്കീൽ അഹമ്മദ് പറയുന്നു 35 ലക്ഷം വോട്ട് ഡിലീറ്റ് ചെയ്തു. അതൊരു ലെജിറ്റിമേറ്റ് വോട്ടർ ആണെങ്കിൽ ആ ലെജിറ്റിമേറ്റ് വോട്ടറിന്റെ പാർട്ടി അല്ലെങ്കിൽ ആ വോട്ടർ ഒരു അപ്പീൽ ഫയൽ ചെയ്യില്ലേ? ഒരു ഒറ്റ അപ്പീൽ ഫയൽ ചെയ്തു ആരെങ്കിലും? SIR-ന്റെ ഒരു 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 പ്രൊവിഷനാണ്. എൻ്റെ വോട്ട് കട്ട് ചെയ്തു വിചാരിക്കും തിരുവനന്തപുരത്ത്, ഞാൻ എൻ്റെ SIR വഴി എന്യൂമറേഷൻ സമയത്ത് എൻ്റെ വോട്ട് കട്ട് ചെയ്യുന്നു വിചാരിക്കും, എൻ്റെ പേര് വോട്ടർ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഞാൻ അപ്പീൽ ചെയ്യും. ഇത് നടക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതല്ല ഇതല്ല. നോക്കുക, ഞാൻ തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ പാർട്ടി ഞാൻ ഇരുന്ന് വോട്ടർ ലിസ്റ്റ് സ്കാൻ ചെയ്തു. 65,000 വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോഴോ അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ അപ്പീലും ഉണ്ട്, അതിൻ്റെ ഒരു പ്രാവധാനമുണ്ട്, അതിൻ്റെ പ്രൊവിഷനും. SIR നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇതൊരു ആർട്ടിക്കിളായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പറിലും വന്നിട്ടുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ്സിലും വന്നിട്ടുണ്ട്. ഞാൻ മന്ത്രിയാവുമ്പോൾ 2021 IT മന്ത്രിയാവുമ്പോൾ CAG ചെയ്ത റിപ്പോർട്ട് 2010 മുതൽ 2014 UPA സർക്കാരിൻ്റെ സമയം 60 കോടി ജനങ്ങൾക്ക് ആധാർ കിട്ടി. ആ ആധാർ 2013 ആ ആധാർ വഴി ആധാർ മാത്രം ആസ് എ ഒരു ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ് ആൾക്കാരെ ഇലക്ട്രൽ റോൾ കയറ്റി. 2022 CAG പ്രകാരം ആ 60 കോടി ആധാറിൽ എൻറോൾ ചെയ്തവർ 80% ആൾക്കാരുടെ ഡോക്യുമെന്റ് ഇല്ല. അപ്പോൾ എൻറോൾമെന്റ് അവർ ചെയ്തു, 60 കോടി ജനങ്ങളെ എൻറോൾമെന്റ് ചെയ്തു. എത്ര ഫേക്ക് ആയിരുന്നു എന്ന് തന്നെ ഇന്നും ആർക്കും അറിയില്ല. അത് എടുത്ത് ജനങ്ങൾ ഇലക്ട്രൽ റോളിൽ കയറി. അപ്പോൾ അതൊരു ശുദ്ധീകരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് നല്ലതല്ലേ? ഒരു കോമൺ സെൻസ് ആണല്ലോ അത്. ഇല്ലീഗൽ വോട്ടർ നമ്മൾ ഇലക്ട്രൽ റോളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ശുദ്ധീകരണം ആവശ്യമല്ലേ? അതല്ലേ SIR. അല്ല, നോക്കൂ, നേട്ടം എന്താണ് നേട്ടം എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഞാൻ കുറെ നോക്കിയിട്ടുണ്ട്, മാഗ്നിഫൈങ് ഗ്ലാസ് കൊണ്ട് നോക്കി. ഇങ്ങനെ ഇവരുടെ അഡ്വർടൈസ്മെന്റ് 3-ാം തവണ തുടരണം എന്നെല്ലാം പറയുമ്പോൾ എന്ത് തുടരണം? ഏറ്റവും കൂടുതൽ വിലക്കയറ്റം രാജ്യത്തിൽ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കേരളത്തിലാണ്. കർഷക മേഖലയിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവർക്ക് കാശ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MOU സൈൻ ചെയ്ത് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് 48 മണിക്കൂർ 72 മണിക്കൂറിൽ കാശ് കിട്ടണം. നെല്ലിന്റെ കാശ് അവർക്ക് കിട്ടുന്ന 7 മാസം കഴിഞ്ഞിട്ട് കിട്ടുന്നു. കടം വാങ്ങാണ്ട് ക്ഷേമ പദ്ധതി കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാരാണ്. അപ്പോൾ നോക്കൂ, ഇത് ചിലവർക്ക് ഇത് നല്ലതായിരിക്കും, ഓക്കെ ശരി, ഞാൻ അതിന് കോൺടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ വികസനം എന്ന് പറയുമ്പോൾ കടം വാങ്ങിച്ചിട്ട് ക്ഷേമ പദ്ധതി കൊടുക്കുകയല്ല, കടം വാങ്ങിച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, പ്രൊഡക്റ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, നിക്ഷേപം കൊണ്ടുവരാൻ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, തൊഴിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക. ഇതാണ് കടം വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടത് സർക്കാർ. ഇവിടെ അതല്ലല്ലോ നടക്കുന്നത്. കുട്ടികളെ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് 30% സീറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജസിൽ സീറ്റ് വേക്കൻ്റ് ആണ്. എന്തുകൊണ്ട്? എന്താ, കുട്ടികൾ പഠിക്കാൻ നിർത്തിയോ? ഇല്ലല്ലോ, കുട്ടികൾ പുറത്തു പോകുന്നു പഠിക്കാൻ. തൊഴിലവസരം ഈ നാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസറ്റ് എന്താണ്? നമ്മുടെ ടാലൻറ്റ്, കുട്ടികൾ. അവർ പുറത്തല്ലേ പോകുന്നത്? അപ്പോൾ
ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ സി പി എമ്മിന് ഒപ്പം വലിയ ഡിസ്പ്യൂട്ടിന് ഇറങ്ങാൻ പോകുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായമുണ്ട്, ഈ നാടിന് എത്ര സാധ്യതയുണ്ട്, ടൂറിസം മേഖല, ഇലക്ട്രോണിക്സ് മേഖല, എത്ര സാധ്യതയുണ്ട്, അതൊന്നും നടക്കുന്നില്ല എന്നാണ് ഇത് ഇന്നത്തെ ഒരു വ്യക്തത, ഇതൊരു ഫാക്റ്റാണ്. അതിനെ മാറ്റാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ട്. 11 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി നോക്കിയാലും 2013-14 ഇന്ത്യൻ്റെ സ്ഥിതി നോക്കിയാൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. യു പി എൻ്റെ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ത്യൻ്റെ സ്ഥിതി എന്തായിരുന്നു? ഏറ്റവും ദുർബലമായ 5ാമത്തെ ഇക്കോണമി ആയിരുന്നില്ലേ? 5 ദുർബലമായ ഇക്കോണമി ആയിരുന്നില്ലേ ഇന്ത്യ? അതെല്ലാം മാറി കഴിഞ്ഞ 11 കൊല്ലം മാറ്റിയത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ ബഹുമാനത്തോട് പറയണേ, ഞാൻ അങ്ങനെ പെറ്റി പോളിറ്റിക്സ് ചെയ്യുന്ന ആളല്ല. നമ്മുടെ ഇക്കോണമി ഒരു പോൺസി സ്കീമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ കാശ് വേണമെങ്കിൽ ഇവിടുന്ന് കാശ് എടുക്കുക. തിരുവനന്തപുരം കോർപ്പറേഷന് SC സ്കീമിൽ നിന്ന് കാശ് എടുത്തിട്ട് വേറെ കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഏറ്റവും എൻ്റെ ഇതുകൊണ്ട് പറയണേ, നമ്മുടെ ഇക്കോണമി ഇന്ന് ഒരു പോൺസി സ്കീമായിട്ട് മാറിയിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഡയഗ്നോസിസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. കാരണം അത് നിങ്ങൾ പറഞ്ഞോളൂ. ഞാനിപ്പോൾ മാർച്ച് 26 വന്നു, എനിക്ക് ചുമതല കിട്ടി. ഞാൻ മുമ്പോട്ട് വെച്ച എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ മുമ്പോട്ട് വെക്കുന്നു. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ വലിയ ഹിസ്റ്ററി സ്റ്റുഡൻ്റ് അല്ല. മനസ്സിലായി. അത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ അങ്ങനെ ഒരു വിദ്വാനല്ല, ഹിസ്റ്ററിൻ്റെ വിദ്വാനല്ല. പക്ഷേ എനിക്ക് ഒരു ഉറപ്പും ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുണ്ടല്ലോ, ഈ വികസനത്തെ കാഴ്ചപ്പാട്, തൊഴിലും അവസരവും, അത് ഒരു ഡെവലപ്മെൻ്റ് കാഴ്ചപ്പാട്, അത് ജനങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്. അതാണ് ജനങ്ങളുടെ ആവശ്യം. ജനങ്ങൾക്കൊരു മാറ്റം വേണമെന്നൊരു ആവശ്യമാണ്. ഈ ഭരണ സംവിധാനം, ഭരണശൈലി, രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട്. ഇതുവരെ എന്തുകൊണ്ട് നടന്നില്ല, അത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. എനിക്ക് അതിൻ്റെ ഒരു മറുപടി ഇല്ല. ഇല്ല, 21,065 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. അത് 8,000 എവിടുന്ന് കിട്ടിയെന്ന് അറിയില്ല എനിക്ക്. അത് ഏത് മാത്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 23,000 - 21,065 എന്താണ് നമ്പർ? അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്പർ പറഞ്ഞില്ലേ ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റ് 21,065. കറക്റ്റാണ്. അത് മലപ്പുറത്ത് ഞങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്, 3 മലപ്പുറം ജില്ലയിൽ പ്രോബ്ലം ഉണ്ട്, കോഴിക്കോട് റൂറൽ ഗ്യാപ്പ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ 6 മാസം അവിടെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടിക്ക് അതുവരെ അഡ്വാൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചി കോർപ്പറേഷൻ എനിക്ക് നമ്പറില്ല. നിർത്തിയിട്ടുണ്ടോ എൻ്റെ ന്യൂസ്? ഓക്കെ, അതിപ്പോൾ ഞാനിപ്പോൾ അല്ല എനിക്ക് അപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടാവും. എന്താണ് ചോദ്യം? അല്ല, ഞാൻ പറഞ്ഞത് എന്താ, 21,000 വാർഡിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 23,000 മത്സരിക്കുന്നില്ല. അതിൽ ഗ്യാപ്പ് ഉണ്ടാവും. അത് 100% ഗ്യാപ്പ് ഉണ്ടാവും. ഞാനൊരു 100% പ്രസിഡന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചില ഗ്യാപ്സ് ഉണ്ടാവും, അത് ഞങ്ങൾ പരിഹരിക്കും, മുമ്പോട്ട് പോകുമ്പോൾ പരിഹരിക്കും, അത്രേ ഉള്ളൂ. അല്ല, അത് തെറ്റാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസോട് പറയാം. ഇത് അങ്ങനെ മിസ്റ്റേക്ക് അല്ലേ. ഞാൻ മന്ത്രിയാവുമ്പോൾ എല്ലാ കൊല്ലം ഒരു 3 തവണ സ്റ്റാർട്ടപ്സിൻ്റെ കൂടെ എല്ലാം ഞാനൊരു ലഞ്ചും ഡിന്നർ കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, 22 നവംബറിൽ ദിവാളിൻ്റെ ഒരു ഇതിൽ 300 ചില്ലറ സ്റ്റാർട്ടപ്സിൽ അതിലൊരു 80-90 മലയാളികളായിരുന്നു. അപ്പോൾ അങ്ങനെ പറയണ്ട. പഠിക്കാൻ ഇന്ന് ഞാൻ അഡ്മിഷൻ ലെറ്റർ എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ, ബാംഗ്ലൂരിൽ അഡ്മിഷൻ കൊടുക്കുന്നത്, ഹൈദരാബാദിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത്
പണ്ട് കാലത്ത് അതായിരുന്നു മൈഗ്രേഷൻ, ദുബായ്, കാനഡ, ഓസ്ട്രേലിയ. ഇന്ന് കുട്ടികൾ പഠിക്കാൻ പോകുന്നത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, ഗുർഗാവ്, അവിടെ പോകുന്നു. അവിടെ പഠിക്കാനും പോകുന്നുണ്ട്, അവിടെ തൊഴിൽ നോക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നോക്കൂ, ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ചറിയാം. ഈ മറ്റേ കാര്യങ്ങൾ ഇനി എൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. ഇന്നത്തെ വരാൻ പോകുന്ന കാലത്തിൽ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ടാലൻറ്റ് ഉള്ള സ്ഥലത്തിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. ടാലൻറ്റ് നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ടാലൻറ്റ് എവിടെ പോകുന്നു? ടാലൻറ്റ് പോകുന്നത് അവസരം നോക്കിയിട്ട്. അവസരങ്ങളുള്ള സ്ഥലത്ത് ടാലൻറ്റ് പോവും. ഇതാണ് ഒരു റിയാലിറ്റി. അപ്പോൾ ഇവിടെ അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ, ഇവിടുത്തെ ഭരണം, ഇവിടുത്തെ രാഷ്ട്രീയം ആ അവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ ടാലൻറ്റ് പുറത്ത് പോവും. അത് 100%. ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുന്നത് അത് പണ്ട് കാലത്ത് ഒരു ട്രെൻഡായിരുന്നു. ഇന്നിപ്പോൾ പുറത്തുനിന്ന് അമേരിക്കയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ടല്ലോ തൊഴിൽ ചെയ്യുന്നത്, സെമി കണ്ടക്ടറും AI ടെക്നോളജിയിലും. അപ്പോൾ ഇതൊരു ഇഷ്യൂ ആണ്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, ഇതിനെക്കുറിച്ച് പൊളിറ്റിക്കൽ ഡിബേറ്റ് നടക്കണം. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണെന്ന് അറിയോ? ജയിക്കാൻ. നിങ്ങൾ ചോദിച്ചല്ലോ എത്ര ജയിക്കും. ഓക്കെ, അത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഒരു ലക്ഷ്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഞങ്ങൾക്ക് ഈ പൊളിറ്റിക്കൽ ഡിബേറ്റ് മാറണം. വികസനം ഒരു 100% അല്ലെങ്കിൽ ഒരു 50% വികസനത്തെക്കുറിച്ച് ഡിബേറ്റ് നടക്കണം. ഇന്നലെ എന്നോട് ചോദിച്ചു, ശിവൻകുട്ടിജി എന്തോ പറഞ്ഞു, മന്ത്രി, ഞങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിന് കാശ് കിട്ടുന്നില്ല. അല്ല, 5 കൊല്ലം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഇന്നാണോ എണീക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് ഒരു മാധ്യമ സുഹൃത്ത് വിളിക്കുക, ഡിബേറ്റ് ചെയ്യുക. ഇതെന്തിനാ ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് പൊളിറ്റിക്സ്? ഇലക്ഷൻ്റെ 4 ദിവസം മുമ്പ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഞങ്ങൾക്ക് കാശ് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല, മറ്റേത് കിട്ടിയിട്ടില്ല, കിട്ടിയാൽ ഇങ്ങനെ ചെയ്യും. പിന്നെ ഇങ്ങനെ 75% ഗവൺമെൻറ് സ്കൂൾ ഇന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അൺസേഫ് ആണെന്ന്. അപ്പൊ 4 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി ഭരിച്ച പാർട്ടി ഇന്ന് 4 ദിവസം മുമ്പ്, ഇലക്ഷൻ്റെ ഒരു 10 ദിവസം മുമ്പ് പറയുന്നു, അയ്യോ അവിടുന്ന് കാശ് കിട്ടിയില്ല, ഇവിടുന്ന് കാശ് കിട്ടിയില്ല. അതെല്ലാം ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും വിഡ്ഢിയാക്കാനും ഒരു രീതി. നോക്കൂ, ഓ അതിൻ്റെ കാരണമുണ്ട്. അത് ഞങ്ങൾക്കിപ്പോൾ ചിലവർക്ക് ആവശ്യം അത് തിരുവനന്തപുരത്താണ്, ചിലവർക്ക് ആവശ്യം അത് തൃശ്ശൂരാണ്. അപ്പോൾ നഡ്ഡാജി കൊല്ലം ഞങ്ങൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് വന്നപ്പോൾ മാധ്യമ സുഹൃത്ത് ചോദിച്ചു, ഇത് എവിടെ വരും, എപ്പോൾ വരും? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഇത് വരും, നല്ല സ്ഥലത്ത് പോവും. അത് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഗവൺമെൻറ്റും ഇതും തീരുമാനിക്കും. അത് എവിടെ പോകണം, എപ്പോൾ പോകണം എന്ന് അത് തീരുമാനിക്കും. അത് വരുന്ന സമയത്ത് അതിപ്പോൾ നോക്ക്. അപ്പോൾ സുരേഷ് ഗോപിജി പറഞ്ഞല്ലോ തൃശ്ശൂർ ലാൻഡ് ഉണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ട് അവിടെ പോകണം, എനിക്കും ആഗ്രഹമുണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ. അപ്പോൾ നോക്കൂ, ഇതെല്ലാം ഇത് ഒരു നോർമൽ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ. എന്തോ അത് അപ്പോൾ നമ്മൾ പ്രകാശിനുണ്ട് അത് ഇവിടെ കൊണ്ടുവരാൻ. അല്ല, അതിൽ എന്നെ കുറിച്ച് എൻ്റെ ഒപ്പം ഡിബേറ്റ് ചെയ്ത കാര്യമില്ല. അത് ഞാനല്ല തീരുമാനിക്കാൻ പാടുന്നത്. ഇല്ല ഞങ്ങളുടെ സിസ്റ്റം അല്ലല്ല, അത് നമ്മളുടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ റെസ്പോണ്ട് ചെയ്യട്ടെ. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ ഒരു എയിംസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ ഉറപ്പ് തന്നിട്ട്, നഡ്ഡാജി തന്നിട്ട് വരും. അത് എവിടെ വരും, എങ്ങനെ വരും, അവർ തീരുമാനിക്കട്ടെ. അല്ല, അങ്ങനെ ഇല്ലല്ലോ ഞങ്ങളുടെ രീതി. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്, പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി പറഞ്ഞത് എന്താ, ഞങ്ങൾക്ക് ഇവിടെ എയിംസ് വേണം, അത് പറഞ്ഞു. നല്ല സ്ഥലത്ത് വരണം. അല്ലല്ലോ ഞാൻ അതല്ലല്ലോ, ഞാൻ ആലപ്പുഴ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ല, അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. ഞാൻ പറഞ്ഞത് എന്താണ്, നഡ്ഡാജിയാണ് ഹെൽത്ത് മിനിസ്റ്റർ, യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററോട് മാധ്യമ സുഹൃത്ത് കൊല്ലത്തിൽ കഴിഞ്ഞ മാസം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. കേരളത്തിൽ ഒരു എയിംസ് വേഗം വരും, പെട്ടെന്ന് വരും. അത് എവിടെയാണ്, എങ്ങനെ, എപ്പോഴാണ് അത് അവർ തീരുമാനിച്ച് പറയും എന്ന് പറഞ്ഞു.
നോക്കൂ, ഞങ്ങൾക്ക് വേണ്ടത് കേരളത്തിൽ ഉണ്ടാവണം. എന്തോ അല്ലല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കോഴിക്കോടിൽ ആവണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ അഭിപ്രായം 10 അഭിപ്രായം ഉണ്ടാവല്ലോ. ഇങ്ങനെ പ്രസ് ക്ലബ്ബിൽ ഞാനിപ്പോ ഒരു കൊല്ലം പ്രസ് ക്ലബ്ബിൽ പോയി പ്രസ് കോൺഫറൻസ് ചെയ്ത് അവിടുത്തെ മാധ്യമ സുഹൃത്ത് പറയില്ലേ കൊല്ലത്തിൽ വരണമെന്ന്, അതൊരു അഭിപ്രായമാണ്. അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്, അത് അവരുടെ അവകാശമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഞാനല്ല ചെയ്യേണ്ടത്. നോക്കൂ, ഇത് CPM അല്ല. നോക്കൂ, ഇത് CPM അല്ല. പാർട്ടിയിലും സർക്കാരിലും ഒരു വ്യത്യാസമില്ലാത്ത ഓർഗനൈസേഷൻ അല്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങൾ പൊളിറ്റിക്കൽ വർക്ക് ചെയ്യും, ഗവർണൻസ് വർക്ക് ഗവൺമെൻറ് ചെയ്യും. ഞങ്ങൾക്ക് അതിൽ ഇടപെടാനോ ഞങ്ങൾക്ക് അതിൽ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു റോളും ഇല്ല. ഞങ്ങളുടെ സജഷൻ കൊടുക്കുക, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് കൊടുക്കുക, അവർ പരിഹരിക്കുക. ഫോർ എക്സാമ്പിൾ നാഷണൽ ഹൈവേ, റെയിൽവേ, അതിനെക്കുറിച്ച് എത്രയോ ഞങ്ങൾ കാര്യങ്ങൾ അവിടെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. അവർ തീരുമാനിച്ച് അവർ ചെയ്യുന്നു. സർക്കാരും പാർട്ടിയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടെന്ന് ഇത് CPM അല്ല കേട്ടോ. CPMൽ സർക്കാരും ഒന്ന്, പാർട്ടിയും ഒന്ന്, പെൻഷനേഴ്സും ഒന്ന്, OSD ഒന്ന്, സ്വർണ്ണ സ്മഗ്ലേഴ്സും ഒന്ന്, അതെല്ലാം അവിടെ ആയിരിക്കും. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയല്ല. പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി, ഗവർണൻസ് വർക്ക് തീരുമാനിക്കുന്നത് ഗവൺമെന്റ്. എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ചോദിച്ചു കഴിഞ്ഞു. ഹെൽത്ത് മിനിസ്റ്റർ, യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഹെൽത്ത് മിനിസ്റ്ററോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് എന്താ, ഇത് വേഗം കേരളത്തിലൊരു എയിംസ് ഉണ്ടാവും, അത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് കേരളയാണ്, അത് തീരുമാനിച്ച് നിങ്ങളോട് പറയും എന്ന് പറഞ്ഞു. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു.